ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് വന്ന മെസ്സേജുകളിൽ ധാരാളം പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചു, സാറേ ഇതെങ്ങനെയാണ് ഈ വരയ്ക്കുന്നത്, ഇത്ര കൃത്യമായിട്ട് സാറ് വരയ്ക്കുന്ന വരയിൽ വന്ന് തട്ടി മാർക്കറ്റ് തിരിച്ചു പോകുന്നു, അത് ഏത് ഇൻഡിക്കേറ്ററാണ് ഉപയോഗിക്കുന്നത്, സാർ എന്ത് സ്ട്രാറ്റജിയാണ് എന്ന് ഷെയർ ചെയ്യുമോ, അല്ലെ അതിനു വേണ്ടി ക്ലാസ് വെക്കുമെന്ന് ചോദിച്ചു. ധാരാളം പേര് എനിക്ക് മെസ്സേജ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയുന്നു, ഇതിനകത്തിൽ ഒരു ഇൻഡിക്കേറ്ററുകളോ അല്ലെ മറ്റെന്തെങ്കിലും കുൽസിത മാർഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൈപ്പാസ് സ്ട്രാറ്റജികളോ ഒന്നുമില്ല. രണ്ട് കാര്യമാണ് ഇതിനകത്തിൽ. രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇത് വളരെ നാളുകളായിട്ട് ചാർട്ടിനെ വീക്ഷിച്ചും ചാർട്ടിൻ്റെ അല്ലെ ക്യാൻഡിലുകളുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി, ചാർട്ട് പാറ്റേൺസ് മനസ്സിലാക്കി വർഷങ്ങളായിട്ട് ഇത് കണ്ട് പരിചയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന വരകൾക്ക് പിന്നിലെ രഹസ്യം. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നൊരു കാര്യം, ഈശ്വരൻ എനിക്ക് നൽകിയ ഒരു വരദാനമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്, ഈശ്വര വിചാരം. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കറിയാം ഈശ്വര വിചാരം. പക്ഷേ ഞാനീ പറയുമ്പം ഇതിനൊരു പക്ഷേ വിമർശനം ഉണ്ടാകാം, അല്ലെങ്കിൽ പലരും ചിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളുന്നുണ്ടാകാം. ബട്ട് ഐ ഡോണ്ട് കെയർ. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് എൻ്റെ ഹാർഡ് വർക്ക് അല്ല എക്സ്പീരിയൻസ്, ഹാർഡ് വർക്ക് കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിരന്തരമായി പരിശീലിച്ച പരിശീലനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. പ്ലസ് എന്താണ്, ഈശ്വരൻ നൽകിയ ഒരു വരദാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, പലർക്കും വരയ്ക്കാനുള്ള കഴിവുകൾ, മീൻസ് നമ്മൾ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറഞ്ഞത്, പലർക്കും പാടാനുള്ള കഴിവുകൾ. അപ്പം പാടുക അല്ലെങ്കിൽ വരയ്ക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ എന്നുള്ളത് ഒരു പക്ഷേ അവരുടെ ബ്ലഡിലുള്ളതായിരിക്കാം, അല്ല അവർ പഠിച്ചതായിരിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈശ്വരാധീനം എന്ന് പറഞ്ഞൊരു സംഗതി കൂടെ വേണം, ഇല്ലേ? ശരിയല്ലേ പറഞ്ഞ്? അപ്പം അത് രണ്ടും കൂടെ ചേർന്നപ്പോൾ അത് അങ്ങനെ ശരിയായി വരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വിമർശനങ്ങൾ കാണാം, അല്ലെങ്കിൽ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ ബി സ്ട്രെയിറ്റ്, ആ ഒരു പോളിസിയാണ് എൻ്റെ. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് 616 എന്ന് പറയുന്ന ഒരു ലൈൻ, ഇല്ലേ, കൃത്യമായിട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. 616 എന്ന് പറയുന്ന ഒരു ലൈൻ കൃത്യമായിട്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നും നമ്മൾ ആനയുടെ കാലയിൽ തോട്ടി, ഞാനൊരു കഥയൊക്കെ പറഞ്ഞായിരുന്നു ഗ്രൂപ്പിൽ, ആനയുടെ കാലയിൽ തോട്ടി ചാരി വെച്ചിട്ട് പാപ്പാൻ മാറി നിൽക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ തോട്ടി ചാരി വെച്ചാൽ പിന്നെ ആന എന്ത് ചെയ്തില്ല, അനങ്ങത്തില്ല, അല്ലേ? അവിടുന്ന് അതിന് മുന്നോട്ട് പിന്നെ ആന പോവുകയില്ല, അവിടെ നിന്ന് കളിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ. പിന്നെ പ്ലസ് ഇന്നത്തെ എൻ്റെ ക്യാപ്ഷൻ ആണെങ്കിലും തുള്ളിക്കളിക്കുന്ന എന്താണ് ഒരു നൃത്തം ചവിട്ടുന്ന ഒരു നിഫ്റ്റിയാണ് നമ്മളിന്ന് കണ്ടത്, ഇല്ലേ? താഴോട്ട് പോകുന്നു, മുകളിലോട്ട് പോകുന്നു, തജം തകജം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പര്യവസാനം എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം മാർക്കറ്റ് ഇന്ന് നമ്മൾ 616 വരച്ചു. അവിടുന്ന് നമുക്കൊരു ടെമ്പററി ഒരു ലൈൻ ഉണ്ടായിരുന്നു. ആ ടെമ്പററി ലൈനും കൃത്യമായിട്ട് പല പ്രാവശ്യം റെസ്പെക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് രണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്ന് ധാരാളം സ്കാൽപ്പിങ്ങിനുള്ള അവസരം മാർക്കറ്റിലുണ്ടായിരുന്നു. മാർക്കറ്റ് രാവിലെ തന്നെ ആദ്യത്തെ 10ാമത്തെ മിനിറ്റിൽ ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടുന്ന് നമുക്ക്, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇതിന് ശേഷമാണ് പറഞ്ഞത്, ഇവിടുന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ നമ്മുടെ തലവര 616 രാവിലെ വോയിസിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ധാരാളം പേര് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടി. രാവിലെ 9:30 ആയപ്പോൾ തന്നെ ഇന്നത്തെ ശമ്പളം വാങ്ങി വീട്ടിൽ പോയ ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ആ പോൾ ഇട്ട് നോക്കിയായിരുന്നു. ആ പോൾ ഇട്ടപ്പം ഏകദേശം അതിനകത്തിൽ എനിക്ക് തോന്നുന്നൊരു 100 പേര് കൂടുതലെങ്കിലും രാവിലെ ഉള്ളതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ജസ്റ്റ് നോക്കിക്കോട്ടെ, ആ പോളിനകത്തിൽ എത്ര പേര്, അതിനകത്തിൽ ഇവിടെ പോള് കാണുന്നില്ല. ഓക്കെ, 125 പേരോളം എന്ത് ചെയ്തു, രാവിലെ തന്നെ ഉള്ളതും വാങ്ങി വീട്ടിൽ പോയി. 9:39 ഞാൻ ആ പോൾ ഇട്ടത്, 9:34. അപ്പം രാവിലെ തന്നെ അവരവരുടെ ശമ്പളം കിട്ടി വാങ്ങിച്ചു പോയി. നോക്കിക്കേ, അതിന് ശേഷം മാർക്കറ്റ് എവിടെയെങ്കിലും പോയോ? ആ ഒരു സോണിൽ
മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഒരു റേഞ്ചിനകത്ത്. ഏകദേശം ഒരു 30-40 പോയിന്റിനകത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓസിലേറ്റ് ചെയ്യുകയായിരുന്നു, ഓടിക്കളിച്ച്. അപ്പം ഇതിനൊക്കെ ധാരാളം അവസരങ്ങൾ ആൾക്കാർ 5, 8, 10 പോയിൻ്റൊക്കെ സ്കാൽപ്പ് ചെയ്ത് മാറിയ ധാരാളം ആൾക്കാരുണ്ട്. എന്തായാലും നമ്മുടെ ലെവലുകൾ വളരെ കൃത്യമായിരുന്നു അല്ലേ. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ മാർക്കറ്റ് വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ തലവര 616 ആയിരിക്കും ഇല്ലേ. 616 ആക്ട് ആസ് എ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ തന്നെ പറയാം, ഗ്രൂപ്പിൽ ഇനിയും പുതിയ ആൾക്കാരെ ചേർക്കാൻ നമുക്ക് അതിൻ്റെ സ്പേസ് ഇല്ല. ധാരാളം പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അതിനകത്ത് ഇല്ല, ഫുള്ളാണ്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ പറയാം ഇവിടെ, അപ്പോഴേ നമുക്ക് പുതിയ ആൾക്കാരെ അതിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിലവിലുള്ളവർ ദയവായിട്ടും സൂക്ഷിച്ചു. വൺസ് നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു 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 റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് മാർക്കറ്റ്. ഒരു റേഞ്ച് വിട്ട് മാർക്കറ്റ് അങ്ങോട്ട് പോകും. പൊട്ടും എന്ന് തോന്നിപ്പിക്കും, പക്ഷേ പൊട്ടുന്നില്ല. എന്നാൽ മേലോട്ട് കുതിക്കാനുള്ള ഊർജ്ജം ഒട്ടുണ്ടോ ഇല്ല താനും. ഇപ്പോൾ നിലവിൽ ഗ്ലോബൽ ന്യൂസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ വീക്കെൻഡ് മുഴുവൻ 100% താരിഫ് അടിച്ചതിൻ്റെ ഒരു വലിയ മഹാസംഭവം പോലെയാണ് മൊത്തം സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ടത്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ലാഞ്ചന പോലും നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ടായില്ല. 19 പോയിൻ്റ് പൊട്ടി, 70 പോയിൻറ്റിനടുത്ത് പൊട്ടി, വീണ്ടും തിരിച്ചു കയറി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ സഞ്ചാരപാത ക്ലിയർ ആക്കാന്നുള്ളത്. അപ്പം അതിനകത്തിൽ ഇതുവരെയായിട്ടും ക്ലിയറായിട്ടൊരു മെസ്സേജ് ഇറാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആലോചിക്കട്ടെ, സംസാരിക്കട്ടെ, ഞങ്ങൾ പിന്നെ മുകളിലുള്ള ആൾക്കാരുടെ ERGCയോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പിക്കളിക്കുന്നതല്ലാതെ ഇതുവരെയായിട്ടും അതിനകത്തൊരു ക്ലിയർ പിക്ചർ, ഹോർമൂസിൻ്റെ കാര്യത്തിൽ ഒരു ക്ലിയർ പിക്ചർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രൂഡ് ഏകദേശം $2 പിന്നെയും കയറി $80 ഇപ്പം ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഉള്ളൊരു പൊട്ടൽ നമ്മൾ മാർക്കറ്റിൽ കാണുന്നുമില്ല. നിലവിൽ ഇപ്പം ഡൗ ജോൺസ് നോക്കുവാണെങ്കിലും ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഡൗ ജോൺസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 50 പോയിൻ്റ് നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ഗ്ലോബലി നോക്കുവാണെങ്കിലും എന്താണ്, ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഏത് സൈഡിലോട്ട് ഇപ്പോൾ ഇങ്ങനെ ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കുഴപ്പമൊന്നും അറിയാമോ? ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഫ്യൂച്ചറിലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. മാർക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ 2-3 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2-3 ദിവസമോ അങ്ങനെ ന്യൂട്രൽ സ്റ്റാൻഡ് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് മാർക്കറ്റ് നിൽക്കുക, ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വയലൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഹിസ്റ്ററിയാണ് പറയുന്നത്, എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമല്ല, ഇത് ഹിസ്റ്ററി. അതായത് പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഏതെങ്കിലും രീതിയിൽ റേഞ്ചിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വയലൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എപ്പോഴും പറയാറുള്ളത്, ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് നമ്മൾ പേടിക്കണം. അപ്പോൾ അതുകൊണ്ട് പൊസിഷൻസൊക്കെ കയ്യിലുള്ളവർ വളരെ സൂക്ഷിച്ച് മാത്രമാണ് നിങ്ങൾ ഓവർനൈറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം വളരെ അൺസർട്ടനിറ്റി ഉള്ളൊരു മാർക്കറ്റാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. ചിലപ്പോൾ ഒരു പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിച്ചു, ഇപ്പോൾ നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ട്, എങ്ങനെങ്കിലും ഈ ട്രംപിന് ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി, കാരണം അവരുടെ ആയുധങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നതൊക്കെ റൂമർ, സത്യമാണോ കള്ളമാണോ നമുക്കറിയത്തില്ല, റൂമർ മാർക്കറ്റിൽ ധാരാളം പരക്കുന്നുണ്ട്. ഇനിയിപ്പം പിന്നെ ഹോർമൂസ് തുറന്നു കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ന്യൂക്ലിയറിൻ്റെ കാര്യമൊക്കെ ഒരു കോണി കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള തള്ളുകളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണിച്ച്, ഇതിൻ്റെ സത്യം ഏതാണ് മിഥ്യ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. എങ്കിലും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിലിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് കോഷ്യസ് ആയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കൃത്യമായി നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ റിലയൻസിനെ നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. റിലയൻസ് എങ്ങോട്ടെങ്കിലും പോയോ? റിലയൻസ് എങ്ങനെയാണോ പോയത് അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റും പോയത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഗ്രൂപ്പിൽ ഈ ചാർട്ട് ഇട്ടായിരുന്നു ഇല്ലേ. ഇത് കുറേ നാളുകൊണ്ട് നമ്മൾ കാണുന്നൊരു വരയാണിത് ഇല്ലേ. ഇവിടെ ഈ വരയെ തന്നെയാണ്
നമ്മുടെ റിലയൻസ് എന്ത് ചെയ്യുന്നത് ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ 7-ാം തീയതി മുതൽ ഇതിങ്ങനെ ആടിക്കളിച്ച് ഈ ഒരു റേഞ്ചിൽ തന്നെ റിലയൻസ് നിൽക്കുകയാണ്. റിലയൻസ് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഈ 1328 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത 1300-ഉം 1300-ന് താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ റിലയൻസിനെ നമുക്ക് ട്രേഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതേ കൂട്ട് തന്നെയാണ് നിഫ്റ്റി ഇന്ന് ട്രേഡ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. അതുപോലെ തന്നെ SBIൻ്റെ കാര്യം ഞാൻ ഗ്രൂപ്പിലാണോ ആരോടാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. SBI ഞാൻ പറഞ്ഞ റിസൾട്ടൊക്കെ അടിപൊളിയായിരുന്നു, ഷോ ഒക്കെ ഭയങ്കരമായിരുന്നു, ഫിഗറൊക്കെ കണ്ടപ്പോൾ നല്ലതായിരുന്നു. പക്ഷേങ്കിൽ അതിനകത്ത് ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. ഗ്രൂപ്പിലാണോ പറഞ്ഞത് വ്യക്തികളോടാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങളുടെ ആണോ പറഞ്ഞത് എനിക്ക് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും എന്തായാലും ഞാൻ ഒരു PE എടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു SBIൻ്റെ. എന്തായാലും നല്ല രീതിയിൽ നിന്ന് പ്രോഫിറ്റ് ഇറങ്ങാൻ പറ്റി. അപ്പം SBIൻ്റെ ഹോൾഡ് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ ഇവിടെ യൂട്യൂബിലാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ SBIനെ ശ്രദ്ധിക്കുക. SBIൻ്റെ ഈ ഫോള് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നോക്കുക, അതോ അവിടെ തിരിച്ച് റീബൗണ്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ SBIനെ കൂടെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അഥവാ സപ്പോസ് ഇനി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ SBIന് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് SBI അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരവസരമാണ് ഇത്. ഈ ഒരു ഏരിയ നല്ലൊരു ഏരിയ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ധാരാളം പേര് സ്റ്റോക്ക് വാങ്ങിച്ച ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ 1200 റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, എനിവേ എന്തായാലും ഇനിയിപ്പം ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ SBIയിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈ ആയിരിക്കും ഇനി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഹൈ ആയിരിക്കും, ഈ ഒരു ഹൈ ഇതായിരിക്കും SBIയിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സപ്പോർട്ട് SBI പൊട്ടിക്കുന്നുണ്ടോ, റിസൾട്ട് ആയാലും വന്നു കഴിഞ്ഞു, ഈ സപ്പോർട്ട് പൊട്ടിക്കുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഈ സപ്പോർട്ട് പൊട്ടിച്ചാൽ വീണ്ടും തിരിച്ച് 984 റേഞ്ചിലോട്ട് വരാനുള്ള സാധ്യത SBIന് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ SBIന് ബാങ്ക് നിഫ്റ്റിയിൽ വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് SBIൻ്റെ മൂവ്മെൻറ്റ് കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്തു. ജസ്റ്റ് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. HDFC നോക്കുവാണെങ്കിൽ ഇന്ന് വെറും ന്യൂട്രൽ സ്റ്റാൻഡ്, വെറും സീറോയിലാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലേ. ICICI കഴിഞ്ഞ ദിവസം 10-40 പൊട്ടിയതിൻ്റെ അതിൻ്റെ ഒരു ഖേദം തീർക്കാൻ വേണ്ടി 10 പോയിൻറ്റ് ഇന്ന് ജസ്റ്റ് കയറിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ അരോചകം വിചാരിക്കില്ലേ. അപ്പോൾ നമുക്ക് നാളെ നിഫ്റ്റിക്കകത്തിൽ ഇനിയൊരു മൂവ്മെൻ്റ് എന്ന് പറയാനുള്ളത്, നമുക്ക് ഈ 616 പൊട്ടിച്ചാലേ പറ്റൂ. 616 നമുക്ക് പൊട്ടിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് മുകളിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 616 പൊട്ടിച്ചാൽ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 626 ഇവിടെ ഉണ്ട്. എന്തായാലും 2 ദിവസം മുന്നേ നമ്മൾ ഈ ലെവൽ നമ്മൾ നോക്കിയത് അല്ലേ, 666 നമ്മുടെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞ ശേഷം 710 നമ്മുടെ മുന്നിലുണ്ട് മുകളിലോട്ട് കയറിയാൽ. ഇനിയല്ല താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 24,500 ആയിരിക്കും നമ്മുടെ ക്രൂഷ്യൽ സപ്പോർട്ട്. നാളെ മാർക്കറ്റ് താഴോട്ടാണ്, ഗ്യാപ് ഡൗണിലോട്ടോ ഫ്ലാറ്റായിട്ടോ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,500 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ സപ്പോർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക. 24,500 നിങ്ങൾ വാച്ച് ചെയ്യുക. അത് പൊട്ടിയാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ ലെവലുകൾ 24,376 വരാനുള്ള സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ നമുക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഡേ വൈസിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ വാച്ച് ചെയ്യുന്ന അല്ലേ, ഡേ വൈസിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിഫ്റ്റി ഒരു പോസിറ്റീവ് നോട്ടിൽ എത്തിയിട്ടില്ല. അതാ നോക്കിക്കേ, ഇവിടെ കിടന്ന് താളം ചവിട്ടി പിന്നെ ഈ പറയുന്ന ഡാൻസ് കളിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ക്ലോസിങ്, ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. എവിടെ 593 മുകളിൽ നമുക്ക് നല്ല രീതിയിൽ, അല്ല ഒരു 600 മുകളിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ് ട്രെൻഡ് കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കേ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവിടെ കിടന്ന് തലകുത്തി കിടന്ന് നിന്ന് ആടുകയാണ് നിഫ്റ്റി ഈ റേഞ്ചിൽ ഡേ വൈസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിലൊരു അപ് ട്രെൻഡ് കിട്ടിയെങ്കിൽ, ഒരു ഡേ ക്യാൻഡിൽ നല്ല സ്ട്രോങ് ക്യാൻഡിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അപ്സൈഡ് പ്രതീക്ഷ നമുക്കുള്ളൂ. അത് ജസ്റ്റ് നിങ്ങളെ പറഞ്ഞെന്ന് മാത്രമല്ല എൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മുടെ അതേ ലെവലിലൊക്കെ തന്നെ നോക്കിയേ, കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും താഴോട്ട് 381 ഒക്കെ താഴോട്ട് നമ്മൾ കാണാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ,
അടുത്തത് നമ്മുടെ മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പിൽ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൻ്റെ ഈ ഒരു പോക്ക്, ഈ ഒരു സഞ്ചാരപാത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇവിടെ ആശാൻ ഇന്ന് 2 പേരും മിന്നിച്ചിട്ടുണ്ട്. BSE മിന്നിച്ചു, ഹീറോ മോട്ടോകോപ്പും 2 പേരുടെ ഒന്നിച്ച് മിന്നിച്ചതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്ന ഈ ഒരു അപ് ട്രെൻഡ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മിഡ് ക്യാപ്പ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നുള്ള കാര്യം. നിഫ്റ്റി ഇങ്ങനെയാണോ മൂവ് ചെയ്തത്? അല്ല, ആ മിഡ് ക്യാപ്പും നിഫ്റ്റിയായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം മിഡ് ക്യാപ്പിന് അതിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഒന്നിച്ച് പോയതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ ഇനിയിപ്പം വീണ്ടും തിരിച്ച് ഈ 908 സപ്പോർട്ട് എടുക്കുമോ അല്ല മുകളിലോട്ട് കയറുമോ എന്നുള്ളത്. മോളി നമുക്ക് വരയില്ല. അപ്പോൾ മോളി നമുക്കിപ്പോൾ ഒരു വര കിട്ടി ഇല്ലേ? നമുക്ക് മോളി ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു വര നമുക്കിത് ഈ ഒരു ഹൈ നമുക്ക് വരയ്ക്കാം. ഈ ഒരു ഹൈ, അതല്ല വേറെ മാർഗ്ഗമൊന്നുമില്ല. ഈ ഹൈ നമുക്കിപ്പോൾ ഒരു ഹൈ കിട്ടി 15.021 എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ എന്തായാലും അത് നോക്കാം, റെസിസ്റ്റൻസ് ആയിട്ട് അത് ആക്റ്റീവ് നോക്കാം. അല്ല ഇത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വേറെ പുതിയ വരകൾ വരയ്ക്കാം. ഇന്നലെ ധാരാളം പേര് കംപ്ലയിൻറ്റ് പറഞ്ഞു, സാറേ സെൻസെക്സിൻ്റെ കാര്യം മറന്നു പോകുന്നല്ലോ എന്ന് ധാരാളം ആൾക്കാർ പറഞ്ഞു. നോക്കിക്കേ, നമ്മുടെ സെൻസെക്സ് മറന്നു പോയെങ്കിൽ നമ്മുടെ ലെവലുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ ചാർട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വരച്ചിട്ട വരകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പോൾ പിന്നെ സാർ എന്ന് ഇട്ടില്ലെങ്കിലും ലെവലുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. ലെവലുകൾ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്താൽ മതിയല്ലോ, ശരിയല്ലേ? അപ്പോൾ എന്തായാലും ഇന്നും ഇവിടെ ഈ പറഞ്ഞ പോലെ തോട്ട് ചാരി വെച്ച പോലെ റെസ്പെക്റ്റ് ചെയ്താണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു അപ് ട്രെൻഡ് വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് 670 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. 670 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിലേ നമുക്ക് ഒരു അപ്സൈഡ് കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ല, താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ 103 സപ്പോർട്ട് എടുക്കുമോ അത് ബ്രേക്ക് ചെയ്യുമോ നോക്കുക. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റിൽ നോക്കി മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? സെൻസെക്സിനകത്ത് നിങ്ങൾ ട്രേഡ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ മീറ്റപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ വരാനുള്ളവർ എത്രയും പെട്ടെന്ന്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ മീറ്റപ്പിൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഏകദേശം 150 പേർക്ക് മേളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്ര പേര് അവസാന നിമിഷം പിന്മാറുമെന്ന് നമുക്കറിയത്തില്ല. എനിവേ, എന്തായാലും നിങ്ങൾ കഴിവതും നേരത്തെ കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എനിക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.